മലയാളത്തിൽ നിന്ന് ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈജു കുറുപ്പ്, അജു വർഗീസ് ഒക്കെ അഭിനയിച്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ സൈജു കുറുപ്പിന്റെ സിനിമകൾ നോക്കുകയാണെന്ന് വെച്ചാൽ തിയേറ്ററിൽ വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. വൺസ് അത് OTT ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെന്റ് തന്നെ പറയാ. നല്ലൊരു രസമായിരിക്കും ആ പടം, എന്തെങ്കിലും വെറൈറ്റി സാധനമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ OTT സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഭരതനാട്യം ആണെങ്കിലും ജയ് മഹേന്ദ്രൻ പറഞ്ഞ വെബ് സീരീസ് ആണെങ്കിലും അതേപോലെ തന്നെ പല്ലൊട്ടി 90s കിഡ്സ്, റീസെന്റ് അഭിലാഷമായിരുന്നു ആ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിലോട്ടുള്ള പുതിയ എൻട്രിയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഒരു കൊച്ചു പടം, നല്ല പടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സമാധാന പുസ്തകം അല്ലെങ്കിൽ അതേപോലെ തന്നെ പല്ലൊട്ടി 90s കിഡ്സ് പോലത്തെ കൊച്ചുങ്ങളുടെ അല്ലെങ്കിൽ സ്കൂൾ ബേസ്ഡ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കണ്ടു നോക്കാവുന്ന വളരെ നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. വലിയ എക്സ്പെക്ടേഷനിലൊന്നും കാണരുത്. സൈജു കുറുപ്പിന്റെ പെർഫോമൻസ് എല്ലാ പടത്തിലും പോലെ തന്നെ അടിപൊളിയായിരുന്നു. ചെറിയ റോളിലാണ് ആള് വരുന്നത്, നല്ല വൃത്തിക്ക് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി റിമെയിൻസ് അണ്ടർ റേറ്റഡ് എന്നേ പറയാനുള്ളൂ. അങ്ങേര് അത്ര നന്നായി പെർഫോം ചെയ്യാൻ അറിയില്ല. എത്ര മലയാളി നടന്മാരുണ്ട്, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. പക്ഷെ അങ്ങേർക്ക് വേണ്ട അപ്രീസിയേഷൻ ഒന്നും പലപ്പോഴും കിട്ടാറില്ല. സോ ഈ സിനിമയില് ഏറ്റവും കിടിലായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന അജു വർഗീസ് ആണ്. അജു വർഗീസിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് മോനെ, എന്റെ പൊന്നാണ്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടണതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ടെററോ ടെറർ എന്ന് പറയാം. ആളൊരു സാറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഫുൾ ടെറർ മോഡ് ഓൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊക്കെ നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരും. എപ്പോഴും എല്ലാ സ്കൂളിലും ഒരു കലിപ്പൻ സാർ ഉണ്ടാവില്ല, അത് തന്നെയാണ് ഇതിൽ അജു വർഗീസ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ എന്റെ പേരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റായി ആ ഒരു കാലഘട്ടമൊക്കെ. ഈ റോൾ നമ്പർ 1 എന്ന് പറയുന്ന സാധനം വരുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എക്സാമിന് നമ്മൾ ആദ്യം പോയിരിക്കണം, എന്തെങ്കിലും കാര്യത്തിന് ആദ്യം പോകണം. അതേപോലെ തന്നെ പേപ്പർ തരുമ്പോൾ ആദ്യം തരും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സ്കൂളിൽ പിള്ളേരും അവർ തമ്മിൽ ഉണ്ടാവുന്ന ബോണ്ടിങ്ങും അവർ തമ്മിൽ ഉണ്ടാവുന്ന അടി പിടി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പടം. സോ ഇതിൽ വന്നിട്ട് ടീച്ചേഴ്സ് ആയിട്ട് അഭിനയിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂളിലത്തെ ടീച്ചർമാരൊക്കെ എപ്പോഴും അടിപൊളിയായിരിക്കും. അതിന്റെ വില മനസ്സിലാവണം വെച്ചാൽ നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളിലോ കോളേജസിലോ പോയി ചേരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ എഞ്ചിനീയറിംഗിന് പോയി ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ള എല്ലാവരും ഡാഗടിമാരാണെന്ന്. ഗവൺമെന്റ് സ്കൂളിന്റെ വില എനിക്ക് അന്നാണ് മനസ്സിലായത്. സമയമുള്ളവർ കണ്ടു നോക്കുക. വളരെ നല്ലൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട നല്ലൊരു പടം. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം.